നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ചുരുളഴിയുന്നു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന് സ്വർണ്ണ വ്യാപാരി മൊഴി നൽകി. തനിക്ക് സ്വർണം കൈമാറിയെന്നും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ പോറ്റി സ്വർണം വിറ്റ ബെല്ലാരിയിലെത്തിച്ച് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. അതേസമയം സ്വർണ്ണക്കൊള്ള മൂലം ദേവസ്വം ബോർഡിന് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കോടതിയുടെ സംശയങ്ങൾ സ്വാഭാവികമാണ്. അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ താൻ പ്രവർത്തിച്ചിട്ടില്ലെന്നും പ്രശാന്ത് വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിയായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഒരു വലിയ വീഴ്ച, ഉദ്യോഗസ്ഥ തലത്തിലൊരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ മുരാരി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയായി കസ്റ്റഡിയിലിരിക്കുകയാണ്. അന്വേഷണം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ SITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ടുപോയ സ്വർണം, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും തിരിച്ചുപിടിക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്ന് പറയുന്നത് വിചിത്രവാദമല്ലേ? പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു അഴിമതിക്ക് ഒറ്റയടിക്ക് ഞങ്ങൾ ഉത്തരവാദികളെന്ന് പറയുന്നതിലൊരു വിചിത്രമായ വാദമില്ലേ? അതൊക്കെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സാരംഗ്, കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാരി ഇതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുണ്ട്. എത്ര സ്വർണം, അതായത് എത്ര പവൻ സ്വർണം അല്ലെങ്കിൽ തൂക്കം, അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ ഗോവർദ്ധൻ നൽകിയ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ടോം, ഈ കാര്യത്തിൽ വളരെ വലിയൊരു ബുദ്ധിമുട്ട്, അതായത് അന്വേഷണ സംഘം നേരിട്ട വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചു പിടിക്കുക എന്നത് തന്നെയായിരുന്നു. കാരണം പല സംസ്ഥാനത്തിലേക്ക് അടക്കം ഈ സ്വർണം കൊണ്ടുപോയി പലർക്ക് ജീവനക്കാർക്കടക്കം വീതിച്ചു നൽകി എന്ന തരത്തിലൊക്കെയുള്ള മൊഴികളിലെ സൂചനകൾ ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യൽ അത്തരത്തിലുള്ളതൊക്കെ മൊഴി നൽകി എന്നൊരു സൂചനയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു വലിയൊരു വെല്ലുവിളി. കാരണം മണ്ഡലകാലം ആരംഭിക്കാൻ പോകുന്നു. ആ സമയത്ത് ഇത്തരത്തിലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സ്വർണം തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അന്വേഷണ സംഘത്തിനും മറ്റും ഉണ്ടാകുന്ന വലിയൊരു വെല്ലുവിളിയായാണ്. അതിലാണ് ഇപ്പോൾ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്വർണം കണ്ടെത്തി എന്ന തരത്തിലുള്ള, അതായത് ഈ ഒരു സ്വർണം ഗോവർദ്ധൻ എന്ന ആള്, അതായത് സ്വർണ്ണ വ്യാപാരി വിറ്റു എന്ന തരത്തിലുള്ള ഈ ഒരു വിവരം അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് 476 ഗ്രാം ഇത്തരത്തിൽ ഇങ്ങനെ വിറ്റു എന്നാണ് പറയുന്നത്. അതായത് വലിയൊരു സ്വർണ്ണമാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ ഒരു സ്വർണം തിരിച്ചെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അതായത് ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നതായിരുന്നു വലിയൊരു വെല്ലുവിളി. അതിൽ ഒരു വലിയൊരു വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവിടെ എത്തി ഈ ഒരു തൊണ്ടി മുതൽ കണ്ടെത്തുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഈ കടക്കാൻ പോകുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകളിലാണ് ഈ ഒരു വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ കൊടുക്കുകയാണ് ചെയ്തത്, താൻ ഇതിൽ ഒരു പങ്കാളിയല്ല എന്ന തരത്തിലൊക്കെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അടക്കം മൊഴി നൽകിയിരുന്നു. അതിനുശേഷം വന്ന ചോദ്യം ചെയ്യലും റിമാൻഡിൽ തുടരുന്നതിനിടയിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമാണോ, അതായത് ഈ ബെല്ലാരിയിലേക്ക് മാത്രമാണോ സ്വർണം പോയത്, അവിടെ നിന്നാണോ കൈമാറി മറ്റു പലരിലേക്കും എത്തിയത് എന്ന കാര്യത്തിലേക്ക് വ്യക്തത കുറവുണ്ട്. മാത്രമല്ല ഈ ഒരു സമയത്ത് മാത്രമാണോ ഈ ഒരു തട്ടിപ്പ് നടന്നത്, അതായത് ഇത്ര ധൈര്യത്തിൽ, അതായത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളയിലും സ്വർണം ഇത്തരത്തിൽ ക്രമക്കേടിലൂടെ സ്വന്തമാക്കാനുള്ള ധൈര്യം ഈ പ്രതികൾക്കും ഉദ്യോഗസ്ഥർക്കും കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടുതലുള്ള, അതായത് ഇതിലധികം കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാകാം എന്നുള്ളൊരു സൂചന ഇവർ പറയുന്നുണ്ട്. അതായത് അന്വേഷണ സംഘത്തിന്റെ പരിധിയിലടക്കം ഈ ഒരു കാര്യം പരിഗണനയിലുണ്ട്. കാരണം 2019 നടക്കുന്നു എന്ന് പറയുമ്പോഴും 1999 മുതൽ 2019 വരെയുള്ള ഈ കാലയളവിലെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ വലിയൊരു വഴിത്തിരിവ്, അതായത് ഒരു വഴിയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു സ്വർണം ഇന്നേ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ബാംഗ്ലൂരിലുള്ള കൃപേഷ് അടക്കമുള്ള ഒരു വ്യക്തിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് മാത്രമല്ല ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും സ്പോൺസർ തലത്തിൽ നിന്നും പുറമെയുള്ള വ്യക്തിയിലേക്ക്, അതായത് ഈ സ്വർണം പുറത്തെത്തി അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന തരത്തിൽ
തലത്തിലേക്ക് അത് എങ്ങനെ ഏതൊക്കെ വഴിക്ക് പോയി എന്ന കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ടാണ് ഈ ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘം മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ കൂടുതൽ തെളിവുകൾ വരേണ്ടത് ചുരുങ്ങിയ സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 6 ആഴ്ചയാണ് ഹൈക്കോടതി മുഴുവനായി നൽകിയത്. അതിൽ ചുരുങ്ങിയ ആഴ്ചകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ സ്വർണം കണ്ടെത്തുക, ഒപ്പം ഇത് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചു, ഇതിനു മുൻപ് എന്തൊക്കെ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് രാവിലെ PS പ്രശാന്ത് പ്രതികരിച്ചതിൽ തന്നെ 1999 മുതലുള്ള രേഖകൾ ഹാജരാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ രേഖകളും ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമാക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദേവസ്വം പ്രസിഡന്റ് പ്രതികരിച്ചിരുന്നു. അതിലടക്കം മനസ്സിലാക്കാൻ കഴിയുന്നത് 2019 ശേഷമുള്ള കാര്യങ്ങൾ മാത്രമല്ല, മുഴുവൻ 99 മുതലുള്ള എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരുന്നു. ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്നു. മാത്രമല്ല 2019 നടന്ന ഈ സ്വർണ്ണക്കൊള്ളയിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് തുടങ്ങിയ രീതിയിൽ ഉള്ള ന്യായീകരണങ്ങളാണ് PS പ്രശാന്ത് നടത്തിയത്. പക്ഷേ ഇതും ഇടത് സർക്കാരിൻ്റെ കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇപ്പോഴത്തെ ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും കഴിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ അവിടെ വലിയൊരു അവരുടെ മേൽ പഴിചാരി അവിടെ നിന്ന് രക്ഷപ്പെടാനായി ദേവസ്വം ബോർഡിന് കഴിയുമോ? ഒരിക്കലും സാധിക്കില്ല ടോം. കാരണം ശബരിമല എന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മാത്രമല്ല സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഹൈക്കോടതിയുടെയും കർശന നിരീക്ഷണമുള്ള ഓരോ മണ്ഡലകാലത്തും നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഓഡിറ്റിംഗും കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അത്തരത്തിലൊരു ക്ഷേത്രത്തിൽ അതും മറ്റ് മാറി നിൽക്കുന്ന ഒരു സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ഒരു മുതലും അല്ല നഷ്ടപ്പെട്ടത്. ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഒരു മുതൽ നഷ്ടപ്പെടുമ്പോൾ അതിൽ ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല ദേവസ്വം ബോർഡ് അറിയാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഇത് മഹസറിൽ മാറ്റി ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയ മുരാരി ബാബു മുതൽ ഇവിടെ നിന്ന് ഈ സ്വർണം ഈ ഒരു സ്മാർട്ട് ക്രിയേഷൻ വരെ എത്തിയതിലും അവിടെ നിന്ന് ഇത് സ്വർണം പല വഴിക്ക് വീതം വെച്ച് പോയതിലടക്കം ഈ ഒരു ദേവസ്വം ബോർഡിനും ആ സമയത്തുള്ള ദേവസ്വം മന്ത്രിക്കടക്കമുള്ള കാര്യങ്ങൾ അറിയാമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അടക്കം വിലയിരുത്തൽ. കാരണം ഇതൊരു സ്പോൺസർക്കും ഒരു ഉദ്യോഗസ്ഥനും മാത്രം അറിഞ്ഞുകൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു ജോലിയല്ല. കാരണം ഇത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. അതിൽ കള്ളത്തരം കാണിക്കുക മാത്രമല്ല 2019 കാണിച്ചു. ഇപ്പോൾ 6 വർഷത്തോളം ആകുന്നു. ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അതും ഒരു ഉദ്യോഗസ്ഥരുടെ മേൽ പഴിചാരി അത് ഉദ്യോഗസ്ഥരുടെ ഒരു തെറ്റാണെന്ന് കാട്ടി കൈ കഴുകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റിന്റെ ഭാഗത്ത് നൽകുന്നത്. മാത്രമല്ല ടോം സൂചിപ്പിച്ച പോലെ തന്നെ 2019 ഇപ്പോൾ ഭരിക്കുന്നതും ഇടത് സർക്കാർ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഈ ഉദ്യോഗസ്ഥ തലത്തിലും മാത്രമല്ല ഈ ഒരു ദേവസ്വം ബോർഡിലടക്കം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അന്നത്തെ ദേവസ്വം മന്ത്രിയും ഈ ദേവസ്വം പ്രസിഡന്റ് അടക്കം ഈ ഒരു ചോദ്യം മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. എവിടെ വരെ ഈ അന്വേഷണം ചെന്ന് എത്തും എന്നൊരു കാര്യത്തിലാണ് വളരെ വലിയൊരു ചോദ്യം നിലനിൽക്കുന്നത്. കാരണം ഇവരൊന്നും ഉന്നതരെ അറിയാണ്ട് ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല എന്ന് തീർച്ചയാണ്. പക്ഷേ അന്വേഷണ സംഘത്തിൽ ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ അല്ല ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയിലേക്കും അത് എവിടെ നിന്നാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം എന്നതിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അതേക്കുറിച്ച് അന്വേഷിക്കണം. ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ബംഗളൂരുവിൽ വെച്ചാണ് ഈ ഗൂഢാലോചന നടന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഇനി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ചെറിയൊരു കാലപരിധി മാത്രമാണുള്ളത്, സമയപരിധി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അതിനിർണായകമാണ്. കൂടുതൽ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ നിലവിൽ 2 പേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമോ? എന്തായിരിക്കും അടുത്ത നടപടി? തീർച്ചയായും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ആണ് കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണ സംഘം കടന്നത്. ഇതേ മുരാരി ബാബു തന്നെ വിജിലൻസിന്റെ അന്വേഷണത്തിലും ആരോപണ വിധേയനായിരുന്നു, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സസ്പെൻഷൻ നേരിടുന്ന ഒരു വ്യക്തിയാണ്. ഇതേ സമയത്ത് ഇതേ ആരോപണ വിധേയരായ 2 പേരടക്കം ഈ വിജിലൻസിന്റെ അന്വേഷണം കണ്ടെത്തിയിരുന്നു. അവരിപ്പോൾ ദേവസ്വം ബോർഡിന്റെ സർവീസിലില്ല. അവരെ അടക്കം ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അവർ വഴിയായിരിക്കും ഈ ദേവസ്വം ബോർഡിലെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഏതൊക്കെ ഉന്നതരാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്, ഏതൊക്കെ ഭാഗത്തുനിന്നാണ് കൃത്യമായ
സഹായവും നിർദ്ദേശവും ലഭിച്ചിട്ടുള്ളത് എന്ന കണ്ടെത്തലിലേക്ക് പോകാനായിരിക്കും അന്വേഷണ സംഘം അടുത്ത ചുവടുവയ്പ് വയ്ക്കുക. കാരണം ഇതിൽ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥരല്ല എന്ന കാര്യം വ്യക്തമാണ്. ഇവർ ഇതിനിടയിൽ മറ്റ് ഒരു കാര്യം പറയേണ്ടത്, മുരാരി ബാബു അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 2019 ചെമ്പായിരുന്നു എന്ന് തന്നെയാണ്. അതും പിന്നീട് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനടക്കം പറ്റും. അതായത് ഈ മാധ്യമങ്ങളുടെ മുൻപിലടക്കം വന്ന് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ, അതായത് തെറ്റായ വിവരങ്ങൾ നൽകുവാനുള്ള ധൈര്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിന് പിന്നിൽ വളരെ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരാനും ചോദ്യം ചെയ്യാനടക്കമുള്ള കാര്യങ്ങളിലേക്കും പിന്നീട് അറസ്റ്റിലേക്കും നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം മുരാരി ബാബുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ച കാര്യം വലിയൊരു അതായത് വിശ്വാസജനത്തിനെ വഞ്ചിച്ചു. മാത്രമല്ല ശബരിമലയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി, ഇത്തരത്തിൽ കളവിന് കൂട്ടുനിന്നു. ഇത് സമൂഹത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ പടർത്തും. ഇതിന് ജാമ്യം നൽകിയാൽ അടക്കം അത്തരത്തിലൊരു റിമാൻഡ് റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു നേരിട്ട് പങ്കുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ഇതിന് പിന്നിലുള്ള ഉദ്യോഗസ്ഥർ ഏത് തലം വരെ, പ്രസിഡന്റ് അടക്കമുള്ള രാഷ്ട്രീയ തലത്തിലടക്കമുള്ള ഏതൊക്കെ ഉന്നതർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരിലേക്ക് ഉള്ള സൂചനകൾ എന്തൊക്കെയാണ് എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. മാത്രമല്ല ഇതിൽ വളരെ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ്. ഒരു തരത്തിലും ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കോടതിയിലുണ്ട്. അറസ്റ്റിലേക്ക് നീങ്ങുമ്പോൾ മാത്രമാണ് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നതും. ഇതിൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ സംഘം കൂടുതൽ ഊർജിതമായി അടുത്ത അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റുവെന്ന് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനാണ് മൊഴി നൽകിയിരിക്കുന്നത്. അഭിലാഷ് ഡേവിഡിനെ പോലീസിൽ നിന്നും പിരിച്ചുവിട്ടില്ലെന്ന വാദം അപ്പാടെ പൊളിയുന്നു. പുറത്താക്കാൻ തീരുമാനിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. 2023 ജനുവരി 21 താൽക്കാലികമായി പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷാഫി പറമ്പലിനെ മർദ്ദിച്ച് ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ്. 144 പേരെ പോലീസിൽ നിന്നും പുറത്താക്കിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞെങ്കിലും ഇതിൽ ബഹുഭൂരിപക്ഷവും സർവീസിൽ തിരികെ കയറിയ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അഭിലാഷ് ഡേവിഡ് ക്രിമിനലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. 1.5 വർഷം മുമ്പ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയതാണ്. ആ ഉത്തരവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സർവീസിന് പുറത്താണ്. ഇയാൾ 1.5 വർഷം കഴിഞ്ഞ് എങ്ങനെ സർവീസിൽ തിരിച്ചു വന്നു? ഒന്ന് CPMന്റെ സഹയാത്രികനാണ്. ഇയാളെ തിരിച്ച് സർവീസിൽ കൊണ്ടുവന്നു. അയാളെ കൊണ്ടാണ് ഷാഫി അടിപ്പിച്ചത്. അതിനൊരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന ഷാഫി അടിക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. ഇയാളാണ് അത് ചെയ്തത്. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ സസ്പെൻഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നായിരുന്നു അഭിലാഷ് ഡേവിഡ് കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണം. പക്ഷെ ആ വാദം പൂർണ്ണമായും പൊളിയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 പുറത്തുവിട്ട തെളിവുകൾ. കാരണം 1.5 വർഷം മുൻപ് ഇയാളെ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷൻ തന്നെ പുറത്താക്കിയിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ, ഇതിൻ്റെ രേഖകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇയാൾ തിരികെ സർവീസിൽ കയറിയതിൽ പല ദുരൂഹതയുമുണ്ട്. ആരാണ് സഹായിച്ചത്? എങ്ങനെയാണ് സർവീസിൽ തിരികെ കയറിയത്? ഇക്കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് മറുപടി നൽകേണ്ടതല്ലേ മിഥുൻ? ടോം, തീർച്ചയായും സ്വാഭാവികമായും അത്തരത്തിലൊരു മറുപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ടത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത് അതേ തുടർന്നായിരുന്നു എങ്ങനെയാണ് ഈ ആരോപണ വിധേയനായി സർവീസിൽ നിന്ന് പുറത്തുപോയ വ്യക്തി എങ്ങനെ തിരികെ സർവീസിലേക്ക് തിരിച്ചു കയറി, അതിൽ ആരുടെ ഇടപെടലാണ് ഉണ്ടായത് എന്നടക്കമുള്ള ചോദ്യം ഷാഫി പറമ്പിൽ ഉന്നയിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യത്തിന് പിന്നാലെ അടിയന്തരപ്രമേയമായി ആ ഒരു വിഷയം അവതരിപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി 144 പേരെ, കളങ്കിതരായിട്ടുള്ള 144 പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ, അതായത് 2016 ശേഷം പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശദാംശങ്ങൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്ത് അതടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഒരു വിഷയം മാറി എന്നുള്ളത് തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ എങ്ങനെ ഇയാളെ പുറത്താക്കിയെന്ന് പറയാനാകും, അത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നാനാകോണിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ മറുപടി എന്നോണമാണ് ഈ രേഖ. 2023 ജനുവരി 21 ഇദ്ദേഹത്തെ
താൽക്കാലികമായി പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ CS നാഗരാജുവാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടുള്ള എല്ലാവിധ പരാതികളും അത് അന്വേഷണത്തിലൂടെ അത് കൃത്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ വകുപ്പ് തല അന്വേഷണത്തിലുമൊക്കെ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള റിപ്പോർട്ടായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. അതിനനുസരിച്ചായിരുന്നു ഇത്തരത്തിലൊരു താൽക്കാലികമായി ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CS നാഗരാജു ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. അതിൽ കൃത്യമായ ചില മാനദണ്ഡങ്ങളും ഉണ്ടായിരുന്നു. അതായത് 15 ദിവസത്തിനകം ഈ കൃത്യമായ വിശദീകരണം നൽകണം. എന്താണ് സാഹചര്യം ഉണ്ടായത്, അത് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള വിശദീകരണമാണ് എങ്കിൽ മാത്രം ഒരു പുനർചിന്തനം ഇതിനകത്തുണ്ടാകുമെന്ന് തന്നെയായിരുന്നു ഈ ഉത്തരവിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ പിന്നാലെ ഇത് സംബന്ധിച്ച് ഈ 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹം ഈ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഒപ്പം തന്നെ DGPക്കും അന്നത്തെ DGP സർവേഷ് സാഹിബിനും ഇത് സംബന്ധിച്ചുള്ള പകർപ്പ് കൈമാറുകയും ചെയ്തു. പക്ഷേ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ മറുപടി സ്വീകാര്യമായിരുന്നു, അല്ലെങ്കിൽ അതിൽ എന്തായിരുന്നു എഴുതിയിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിടാതെ അത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ വൈകിപ്പിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം 28 മാസത്തോളം സർവീസിൽ നിന്ന് പുറത്തു തന്നെയായിരുന്നു തുറന്നുകൊണ്ടിരുന്നത്. പിന്നീട് 1.5 വർഷത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പുനർനിയമനം. അതും DGP ആയിരുന്ന ദർവേഷ് സാഹിബ് തന്നെ മുൻകൈ എടുത്തുകൊണ്ടതാണ് ഇദ്ദേഹത്തിന് ഒരു പുനർനിയമനം നൽകുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അതിൽ ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇനി മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ രേഖകളടക്കം ഹാജരാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. ഇത് സംബന്ധിച്ച് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ഒരു വിവാദത്തിന് പിന്നാലെ 144 പേരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അവരാരൊക്കെയാണ്, അവരുടെ പേരുവിവരങ്ങൾ എന്തൊക്കെയാണ്, അവർ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരെ ഏത് തരത്തിലാണ് അറിയണം. കാരണം കാക്കിയിട്ട ക്രിമിനലുകളെ സംരക്ഷിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ അന്ന് പറഞ്ഞത്. 144 പേർക്കെതിരെ ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഈ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ആഭ്യന്തര വകുപ്പ് ഇതുപോലെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. പക്ഷേ ആരാണ് ആ 144 പേരെന്നറിയണം. അത്തരം അവരുടെ പട്ടിക, ഈ പുറത്താക്കിയവരുടെ പട്ടിക പുറത്തിറക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമോ മിഥുൻ? അതുതന്നെയാണ് ടോം പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് ലഭിച്ചു? കാരണം ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള രേഖകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്തു നിന്നോ ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അങ്ങനെ ഇരിക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് സഭയിൽ ഇങ്ങനെ ഒരു കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം 144ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ കളങ്കിതരാണ് എന്ന് കണ്ടതിനെ തുടർന്ന്, കുറ്റകൃത്യം ചെയ്തതിനെ തുടർന്ന് നടപടിയെടുത്തു, അവരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ അത് എൻ്റെ വ്യക്തമായ രേഖകൾ അത് ഹാജരാക്കാൻ അന്ന് തന്നെ, അതായത് ഈ ഒരു വിശദാംശങ്ങൾ മുഖ്യമന്ത്രി സഭയെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത് സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം വിളിക്കുകയും മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രേഖകൾ സഭയുടെ മേശപ്പുറത്ത് വെക്കാൻ തയ്യാറുണ്ടോ എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ആരാണ് ഇവരൊക്കെ, അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടണം, അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ആണോ ഈ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ലഭിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ മറുപടി ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള ഒരു തരത്തിലുമുള്ള പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പിന്നീട് കാണുകയും ചെയ്തത്. ഇപ്പോൾ വീണ്ടും അത് വിവാദമായപ്പോൾ എങ്ങനെയാണ് ഇവരെ പുറത്താക്കിയത്, ആരാണ് ഇവരൊക്കെ എന്നുള്ള ഒരു ചോദ്യം വീണ്ടും ഉയർന്നു വരികയാണ്. വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് സേനയിലെ ക്രിമിനലുകളെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല, അവരെ മുഖം നോക്കാതെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കാതെ അവരെ പുറത്താക്കുന്ന നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള നടപടിയാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി സഭയിലടക്കം വാദങ്ങൾ നിരത്തുകയും ഒപ്പം തന്നെ അത് സംബന്ധിച്ച് ഭരണപക്ഷ അംഗങ്ങൾ കയ്യോടുകൂടിയായിരുന്നു ഈ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഉദ്യോഗസ്ഥരാരെങ്കിലും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തെറ്റായ കണക്കുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയോ, അങ്ങനെയെങ്കിൽ അത് കൈമാറി ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്ന ഈ പരാതിയുമേൽ എന്തെങ്കിലും രേഖകളുണ്ടോ, ഈ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നത്. ആ രേഖകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ തുടർ നടപടികളൊന്നും തന്നെ 1.5 വർഷം കഴിഞ്ഞിട്ടും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പിന്നീട് ഏത് സാഹചര്യത്തിലാണ് അന്നത്തെ DGP
ഇത്തരത്തിലൊരു പുനർനിയമനം ഇദ്ദേഹത്തെ സേനയിലേക്ക് തിരികെ വിളിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതിനൊക്കെ കൃത്യമായ മറുപടി ലഭ്യമാകേണ്ടത് തന്നെയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണവും ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ അഭിലാഷ് ഡേവിഡ് ചെയ്ത കുറ്റകൃത്യങ്ങൾ അത് വകുപ്പ് തല അന്വേഷണത്തിലും ഒക്കെ തെളിയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നടപടി സ്വീകരിക്കുകയും ചെയ്ത് ആ നടപടി എങ്ങനെ ക്യാൻസൽ ചെയ്തു, അത് റദ്ദാക്കി ഇദ്ദേഹത്തിന് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ ഇതുപോലെ മറ്റുള്ളവരെ പുറത്താക്കി എന്ന് പറയുമെങ്കിൽ അവരെയും തിരികെ സേനയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. യെസ്, അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ്. അഭിലാഷ് ഡേവിഡ് മാത്രമാണോ അതോ CPM അനുഭാവികളായിട്ടുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും CPMമായി ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഈ രീതിയിൽ തിരികെ സേനയിൽ പ്രവേശിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യവും പരിശോധിക്കേണ്ടതാണ്. ആനക്കൊമ്പ് കേസിൽ മോഹൻലാലിനും സർക്കാരിനും തിരിച്ചടി. മോഹൻലാലിന് ആനക്കൊമ്പിന് ഉടമസ്ഥാവകാശം നൽകിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വനംവകുപ്പിന്റെ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയ നടപടിയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്ന രൂക്ഷമായ വിമർശനം കൂടി ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്? ടോം, 2015 ഡിസംബറിനും ഡിസംബർ 16 2016 ഫെബ്രുവരി 17 ഇറക്കിയ ഉടമസ്ഥത മോഹൻലാലിന് ഉടമസ്ഥത നൽകുന്നതുമായി സംബന്ധിച്ചുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വീഴ്ച. അതായത് ഈ ഉത്തരവ് നൽകുമ്പോൾ അത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് കണ്ടില്ല. അതുമാത്രമല്ല, ഈ ഉത്തരവുകൾ നിയമപരമല്ല, അതുകൊണ്ട് തന്നെ ഉത്തരവുകൾ നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതേ തുടർന്ന് നൽകി 2016 ജനുവരിയിൽ, അതായത് 2015 ഡിസംബർ 16 നൽകിയ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് 2016 ജനുവരി 16 2016 ഏപ്രിൽ 6 ഈ മോഹൻലാലിന് ഉടമസ്ഥത സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. അതും റദ്ദാക്കുന്ന സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിക്കണമെന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 2011 ആദായ നികുതി വകുപ്പ് മോഹൻലാലിന്റെ തേവരയിലുള്ള വീട്ടിൽ നിന്നും 4 ആനക്കൊമ്പുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായത്. അതേ തുടർന്ന് ഈ ആദായ നികുതി വകുപ്പ് അത് വനം വകുപ്പിന് കൈമാറുകയും തുടർന്നാണ് മോഹൻലാലിന് ഈ ഉടമസ്ഥ സർട്ടിഫിക്കറ്റിലേക്ക്, അതായത് 1972 വനം വന്യജീവി നിയമം അനുസരിച്ചിട്ട് വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കാമെന്നുള്ള 1972 നിയമം അനുസരിച്ചിട്ടാണ് മോഹൻലാലിന് ഉടമസ്ഥ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതേസമയം ആ വിജ്ഞാപനം വേണ്ട വിധത്തിൽ, അതായത് നിയമപരമായി അതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അത് വീണ്ടും പുതുക്കിയ വിജ്ഞാപനം ഇറക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അപ്പോൾ അതിനാൽ തന്നെ ഈ പുതിയൊരു വിജ്ഞാപനം ഇറക്കിക്കഴിഞ്ഞാൽ ഈ നിയമതടസ്സം മാറും. മോഹൻലാലിന് ഈ ആനക്കൊമ്പിന്മേലുമുള്ള ഉടമസ്ഥാവകാശം ഉണ്ടാകും. അതിനപ്പുറം ഈ ആനക്കൊമ്പ് പിടിച്ചെടുക്കാനോ അത്തരമൊരു നടപടികളിലേക്ക് എന്തായാലും സർക്കാർ വനംവകുപ്പ് കിടക്കില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെയാണ് ടോം മനസ്സിലാവുന്നത്. കാരണം ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച നടപടിക്രമങ്ങളിലാണ് നിയമപരമായി പാലിച്ചില്ല എന്നുള്ള അപാകതകൾ കോടതി കണ്ടെത്തിയത്. ആ അപാകത പരിഹരിക്കാനാണ് ഇപ്പോൾ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട 2015 2016 ആണ് 2 നോട്ടിഫിക്കേഷൻ, 2015 ഡിസംബറിലും അതുപോലെ 2016 ഫെബ്രുവരിയിലുമാണ് 2 ഗസറ്റ് നോട്ടിഫിക്കേഷൻസ് സർക്കാർ പുറപ്പെടുവിക്കുന്നത് മോഹൻലാലിന് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1972 വനം വന്യജീവി നിയമം അനുസരിച്ചിട്ട് വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ കയ്യിൽ സൂക്ഷിക്കാമെന്നുള്ള നിയമത്തിനനുസരിച്ചിട്ടാണ് ഈ ആനക്കൊമ്പ് കസ്റ്റംസ് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്ന് 4 ആനക്കൊമ്പുകളാണ് പിടിച്ചെടുത്തത്. ഈ 4 ആനക്കൊമ്പുകൾക്കുള്ള ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ നൽകിയത്. അതിനുശേഷമാണ് 2016 ജനുവരിയിലും അതുപോലെ അതേ വർഷം തന്നെ ഏപ്രിൽ ഉടമസ്ഥത സർട്ടിഫിക്കറ്റും നൽകിയ സാഹചര്യമുണ്ടായത്. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷനും
അതിനുശേഷമുണ്ടായ നൽകിയ ഉടമസ്ഥത സർട്ടിഫിക്കറ്റും അസാധുവാകുന്ന നീക്കം ആണ് ഉണ്ടായിട്ടുള്ളത്. ആ ഉത്തരവാണ്, അത് രണ്ടും അസാധുവാകും എന്ന് തന്നെയാണ് ഹൈക്കോടതി സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുതുക്കിയ നിയമം പുതുക്കി, അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുതുക്കി നൽകണം. അതായത് ഇതിന്റെ സാധ്യത നിലനിൽക്കണമെങ്കിൽ വീണ്ടും സർക്കാർ ഇതുമായി പുതുക്കിയ വിജ്ഞാപനം ഇറക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഈ 2 തവണ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ, അതായത് ഇത് പെരുമ്പാവൂർ കോടതിയുടെ പരിധിയിലാണ് ഇപ്പോൾ ഈ കേസ് ഇരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ വാങ്ങിയത്. പക്ഷേ സ്റ്റേ കാലങ്ങളായി നീണ്ടുപോകുന്നു. അതായത് അത് റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങളൊന്നും ഇതുവരെ പാലിച്ചിട്ടുമില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ ഹർജിക്കാർ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്, അതായത് വേടന്റെ കയ്യിൽ നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മോഹൻലാലിന്റെ കയ്യിൽ ആനക്കൊമ്പ് സൂക്ഷിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീണ്ടും അത് ചർച്ചയായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് അപ്പോൾ ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ്, അതായത് ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു സർക്കാരും വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണ് ആ ഉടമസ്ഥത സർട്ടിഫിക്കറ്റിൽ പരിശോധന വേണം, ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് റദ്ദാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതും അത് സർക്കാരിന്റെ തന്നെ വീഴ്ചയാണ് എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിലവിൽ അത് ഉടമസ്ഥത സർട്ടിഫിക്കറ്റ് പുനഃസ്ഥാപിച്ച് നൽകണമെങ്കിൽ വീണ്ടും വിജ്ഞാപനം ഇറക്കേണ്ട സാഹചര്യമുണ്ട്. വ്യക്തമാണ്. മോഹൻലാൽ ആനക്കൊമ്പിന് ഉടമസ്ഥാവകാശം നൽകിയ നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ആജ്ഞാ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. ചേർത്തലയിലെ ഐഷയെ കൊലപ്പെടുത്തിയതെന്ന് സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയതായി കേസ് ഡയറി. ഐഷ കൊലപാതകത്തിന്റെ കേസ് ഡയറിയുടെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിട്ടു. കോട്ടയം ക്രൈംബ്രാഞ്ചിനോടാണ് കുറ്റസമ്മതം മൊഴി നൽകിയത്. സ്വർണവും പണവും തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമാണ് കൊലപാതകം. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ ഐഷയുടേതുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരത്ത് വെച്ചായിരുന്നു ഐഷയുടെ അവസാന ടവർ ലൊക്കേഷനെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, എന്താണ് ഈ കുറ്റസമ്മത മൊഴിയിൽ, എന്താണ് ഈ കേസ് ഡയറിയിലുള്ളത്? ടോമ, ഇന്നലെ ചേർത്തല മജിസ്ട്രേറ്റ് കോടതി 1 നൽകിയ കേസ് ഡയറിയുടെ പകർപ്പാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് സീരിയൽ കില്ലറായ സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തി എന്നുള്ളത് അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു എന്നുള്ളതാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനിടയിലാണ് താൻ ഐഷയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ് കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഐഷ കൊല്ലപ്പെട്ടത് 2012 മെയ് 13 എന്നുള്ള സ്ഥിരീകരണം കൂടി അതിനകത്തുണ്ട്. അന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ള വിവരം കേസ് ഡയറിയിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് ഐഷയെ കൊലപ്പെടുത്തണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി കരുതി കൂട്ടി കൊണ്ടുപോയി കൊലപാതകം നടത്തിയതായി ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഒപ്പം ഇതിൽ ജയനമ്മ ബിന്ദുപത്മനാഭൻ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിനിടയിൽ ഐഷയെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു. നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടതുപോലെ തന്നെ 2 ലക്ഷം രൂപയ്ക്കും 1.5 പവൻ സ്വർണവും, അതായത് ഐഷ പല കാലയളവിലായി സമ്പാദിച്ചു വെച്ചിരുന്ന സ്വന്തം പേരിൽ ഒരു ഭൂമി വാങ്ങുന്നതിന് വേണ്ടി സമ്പാദിച്ചു വെച്ച ആ തുക കൈക്കലാക്കിയ ശേഷം അത് തിരികെ ചോദിച്ചപ്പോഴുള്ള പ്രകോപനത്തിന്റെ ഭാഗമായാണ് ഈ കൊലപാതകം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കേസ് ഡയറിയിലുള്ളത്. അതിൽ തന്നെ ഈ നേരത്തെ ഐഷയുടെ അടുത്ത സുഹൃത്തുക്കളായ 2 സ്ത്രീകളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴി പുറത്തേക്ക് വരികയും നമുക്കറിയാം, കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ ഐഷയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായ സ്ത്രീ നമ്മളോട് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറഞ്ഞിരുന്നു. അതായത് സെബാസ്റ്റ്യൻ ഈ പണത്തിനും സ്വർണത്തിനും അത് തിരികെ നൽകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയെന്നും തലേ ദിവസം ഇവർ ഐഷയെ സെബാസ്റ്റ്യൻ മർദ്ദിക്കുന്നത് കണ്ടു എന്നുമുള്ള വിവരം നമുക്ക് നൽകിയിരുന്നു. അത് തന്നെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു കേസ് ഡയറിയുടെ വിശദാംശങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഐഷയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ അവിടെ നിന്ന് ഒരു പല്ലിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പല്ലിന്റെ ഭാഗം ഉള്ളത് ഐഷയുടേതാണ് എന്നുള്ളൊരു
എന്ന് സംശയിക്കുന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ആ പള്ളിപ്പുറത്ത് പുരയിടത്തിൽ നിന്ന് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ പല വ്യക്തികളുടേതാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ 28 വരെ കസ്റ്റഡിയിലാണ്. 28 വരെയുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയും ഒപ്പം തന്നെ നമുക്ക് കേസ് ഡയറിയുടെ പകർപ്പും ലഭ്യമായിട്ടുള്ളത്. ശരണ്യ, ഇത് ഇപ്പോൾ നിലവിൽ ഐഷയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില ഈ പണവും സ്വർണവും തിരിച്ചു ചോദിച്ചതിൻ്റെ പ്രതികാരമായിരുന്നു കൊലപാതകമെന്നും തുറന്നു പറയുന്നുണ്ട്. പക്ഷെ കൊലപാതകത്തിന് ശേഷം മൃതദേഹം എന്തു ചെയ്തു എന്നറിയണം. വീട്ടുവളപ്പിൽ തന്നെയാണ് ഐഷയുടെ മൃതദേഹവും കുഴിച്ചിട്ടത്. അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതായുണ്ട്. കാരണം എങ്ങനെയാണ് മൃതദേഹം മറവ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അയാൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ഈ കൊലപാതകം നടന്നിട്ടുള്ളത് ഏറെക്കുറെ സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ അന്ന് വൈകിട്ട്, അതായത് 23-ാം തീയതി മെയ് 13-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മൃതദേഹം എങ്ങനെയാണ് മറവ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അതേസമയം തന്നെ ആണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ മെയ് 13-ന് അന്ന് വൈകിട്ട് 4 മണി വരെ ഐഷയുടെ ഫോൺ ഓൺ ആണ്. അത് അവർക്ക് ടവർ ലൊക്കേഷൻ വഴി പോലീസിന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മെയ് ആ ദിവസം വൈകിട്ട് 4 മണിക്ക് ശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട്. അത് വന്നിരിക്കുന്ന ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിന്റെ പരിസരമാണ്. അപ്പൊ അന്വേഷണ സംഘത്തിന് അത്തരം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനും അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള തെളിവുകളൊക്കെ അവർക്ക് എടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ആ 4 മണിക്ക് ശേഷം ഐഷ അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതെങ്ങനെ മറവ് ചെയ്തു, എങ്ങനെയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതിനെ സംബന്ധിച്ചൊക്കെ ഇനിയും കാര്യങ്ങൾ അറിയേണ്ടതായുണ്ട്. ശരണ്യ, നിലവിൽ ഇനി 2 തിരോധാന കേസുകളിൽ കൂടി അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കണം. 3 പേരെ കൊലപ്പെടുത്തിയത്, അതായത് ജൈനമ്മയെയും ബിന്ദു പത്മനാഭനെയും ഐഷയെയും കൊലപ്പെടുത്തിയത് ഇയാളാണെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. കുറ്റസമ്മതം മൊഴി നടത്തിയിട്ടുണ്ട്. മറ്റ് 2 പേരുടെ, സിന്ധു എന്ന ബിന്ദുവിൻ്റെ കാര്യത്തിലും കൂത്താട്ടുകുളം സ്വദേശിനിയായ വീട്ടമ്മയുടെ കാര്യത്തിലും എന്താണ് സംഭവിച്ചത്, ഇക്കാര്യത്തിലും ഇയാൾ എന്താണ് സംഭവിച്ചെന്ന കാര്യം സെബാസ്റ്റ്യന് മാത്രമേ അറിയാവൂ. അതേക്കുറിച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടോ? തോമസ്, സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. കാരണം ഈ ഐഷ കേസിനകത്ത് തന്നെ കോട്ടയം ക്രൈംബ്രാഞ്ചിലൂടെ അയാൾ ഒരു കൺഫെഷൻ നടത്തിയെങ്കിൽ പോലും ഇന്നലെ കോടതിയിൽ എത്തിയപ്പോൾ ഇത്രയധികം ആളുകൾ ഐഷയും സെബാസ്റ്റ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള തെളിവുകളും ഒപ്പം തന്നെ മൊഴികളും നൽകുമ്പോഴും ഇന്നലെ കോടതിയിലെത്തിയ ഘട്ടത്തിൽ തനിക്ക് ഐഷയെ അറിയുക പോലും ചെയ്യില്ല എന്നുള്ള മറുപടിയാണ് സെബാസ്റ്റ്യൻ പറഞ്ഞതെന്നുള്ളതാണ്. അയാൾ ഓരോ ഘട്ടത്തിലും കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇയാൾക്ക് കൃത്യമായി ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് പല കോണുകളിൽ നിന്ന് അത് വിവരങ്ങൾ ലഭിക്കുകയും സാക്ഷിമൊഴികൾ അടക്കം രേഖപ്പെടുത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇന്നലെ തന്നെയാണെങ്കിലും ചോദ്യം ചെയ്തതിനിടയിൽ വലിയ സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ആളുകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും അയാളിൽ നിന്ന് വിശദാംശങ്ങൾ തേടാനുള്ള ശ്രമം അതീവ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അതിനകത്ത് ഈ മറ്റ് കേസുകൾ സംബന്ധിച്ചൊന്നും അയാൾ ഇപ്പോൾ ഒരു വിശദാംശവും നൽകുന്നില്ല. പക്ഷേ ഈ സ്ത്രീകൾ കാണാതായിട്ടുണ്ട്, ഈ സ്ത്രീകൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ സെബാസ്റ്റ്യൻ എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മളുടെയൊക്കെ അന്വേഷണ വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് എത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ചേർത്തലയിലെ ഐഷ കൊലപാതക കേസിലും സെബാസ്റ്റ്യൻ കുറ്റസമ്മതം മൊഴി നടത്തിയിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. കാസർഗോഡ് ലഹരി കേസിൽ യൂത്ത് ലീഗ് നേതാവായ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. അറങ്ങാടി സ്വദേശി അബ്ദുൾ ഷഫീഖിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. മയക്കുമരുന്നും ഇതര സംസ്ഥാന മദ്യവും കടത്തിയ കേസിലാണ് ശിക്ഷ. 2019 ഫെബ്രുവരി 13-നാണ് കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ കർണാടകയിൽ നിന്നാണ് കാസർഗോഡ് ഭാഗത്തേക്ക് കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന മദ്യവും മയക്കുമരുന്നും
2019 പിടികൂടിയത്. ആ കേസിൽ 6 വർഷത്തിന് ശേഷം വിധി വന്നിരിക്കുന്നു. ഈ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള അബ്ദുൾ ഷഫീഖ് മാത്രമാണോ കേസിലെ പ്രതി? ടോമെ, ഈ കർണാടക അതിർത്തി വഴി ഇത്തരത്തിൽ ലഹരി വസ്തുക്കളും അതുപോലെ തന്നെ കർണാടക വിദേശ മദ്യങ്ങളും ധാരാളം എത്താറുണ്ട്. പക്ഷേ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതായത് ഈ സുള്ളിയിൽ നിന്നും ഇത്തരത്തിൽ കാറിൽ കടത്തുകയായിരുന്ന 13 ഗ്രാമോളം മയക്കുമരുന്നും അതോടൊപ്പം വിദേശ നിർമ്മിത മദ്യവും പിടികൂടിയ കേസിലാണിപ്പോൾ ഇത്തരത്തിൽ 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും അടക്കാനിപ്പോൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഇയാൾ ഈ പിഴ അടച്ചില്ലെങ്കിൽ ഇയാൾ അധിക തടവ് അനുഭവിക്കണമെന്നും കൂടി ഈ വിധി പ്രസ്താവനത്തിൽ പറയുന്നുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ഇത്തരത്തിൽ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. ഈ പ്രത്യേകിച്ച് എല്ലാ പാർട്ടിക്കാർക്കും ഇതിലുള്ള ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് യൂത്ത് ലീഗ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരാൾ ഈ കേസിൽ പ്രതിയാകുകയും പിന്നീട് ഇയാളെ ശിക്ഷിക്കുന്നു എന്നതാണ് ഈ കേസിനെ ഗൗരവമാക്കുന്നത്. ഏതായാലും കുണ്ടാറിൽ വെച്ചാണ് ഈ 2019 ഫെബ്രുവരി 13 ഇയാളെ പിടികൂടുന്നത്. ഇയാൾ വാഹനത്തിൽ സുള്ളിയിൽ നിന്നും കേരളത്തിലേക്ക് ഇത്തരത്തിൽ മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യവും കടത്തുകയായിരുന്നു. കുണ്ടാറിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. ഇയാൾ മാത്രമാണ് ഈ കേസിലെ പ്രതിയായി ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്നത്തെ ആദൂർ സി ആയിരുന്ന പ്രേം സദനാണ് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത്തരത്തിലുള്ള ഇയാളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടോം, തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണം, ഇതുപോലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിരീക്ഷണം വേണ്ടതാണ്, നടപടി വേണ്ടതാണ്. ഇയാൾക്കെതിരെ അന്ന് തന്നെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നടപടി സ്വീകരിച്ചതാണ്. പക്ഷേ അതിനുശേഷം നമുക്കറിയാം യൂത്ത് ലീഗിൻ്റെ പ്രമുഖ നേതാവിൻ്റെ സഹോദരനിൽ നിന്നാണ് ലഹരി പിടിച്ചെടുത്തത്. അത് വലിയ വിവാദമൊക്കെ ആയതാണ് ഈ സമീപ ദിവസങ്ങളിൽ. അത്തരമൊരു നിരീക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ നടത്താത്തത്? കാരണം തങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർ പ്രാദേശിക നേതാക്കളാണെങ്കിൽ പോലും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരാണേലും അല്ലെങ്കിൽ ലഹരി വിൽപ്പനക്കാരാണേലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇതുപോലുള്ള പ്രവൃത്തികൾ പ്രത്യേകിച്ചും നമുക്കറിയാം അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഒക്കെ പ്രാദേശിക നേതാക്കളിൽ നിന്നും ലഹരി പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. കർശനമായ ഇടപെടൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ആവശ്യമല്ലേ? തീർച്ചയായും ടോമെ, ഈ ലഹരി എന്ന വിപത്തിനെതിരെ വലിയ തോതിലുള്ള പോരാട്ടം നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കെല്ലാം ഇതിൽ വലിയ പങ്കുണ്ട്. ഇതിൽ ഈ ലഹരിക്കെതിരെയുള്ള പരിപാടി, ഈ ബോധവൽക്കരണം ഉൾപ്പെടെ നമുക്കറിയാം പല കേസുകളും സ്വന്തം പിതാവിനെ പോലും കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ലഹരിക്കടിമയായ മക്കൾ ചെയ്യുന്ന ഒരു കാലം ആണിപ്പോൾ. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള, അതായത് ടോം, നമ്മൾ മനസ്സിലാക്കുന്നത് ഇയാൾ ഇപ്പോഴും ആറങ്ങാടി യൂത്ത് ലീഗ് ശാഖ പ്രസിഡന്റാണ്. ഈ വിധി വരുന്നതിന് തൊട്ടു മുൻപ് വരെ ഇയാളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സ്ഥാനങ്ങളിലാണ് ഈ ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളാവുന്നവർ ഇപ്പോഴും ഉണ്ടാകുന്നത് എന്നതാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. എന്തായാലും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ച് ഈ കർണാടക അതിർത്തിയിൽ നിന്നൊക്കെ വലിയ തോതിൽ ഇത്തരത്തിൽ ലഹരി ഗോവ തുടങ്ങിയ സംസ്ഥാനം, ഗോവയിൽ നിന്നായാലും കർണാടകയിൽ നിന്നാലും ആന്ധ്രയിൽ നിന്നായാലും ഇത്തരത്തിൽ കേരളത്തിലൊക്കെ ലഹരി എത്തുന്നത് പലപ്പോഴും കാസർഗോഡ് ജില്ലയിലെ ഈ തലപ്പാടി വഴി, അതുപോലെ തന്നെ ആദൂർ എന്നാൽ ഈ സുള്ളിയ മടിക്കേരി ഭാഗങ്ങളിലൂടെ വരുന്ന ഒരു വഴിയാണ്. ഈ ഭാഗത്ത് വലിയ പരിശോധനയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വഴിയുള്ള വലിയ തോതിലുള്ള കടത്ത് ഇത്തരത്തിൽ നടക്കുന്നത്. പ്രധാനമായും ഈ അനധികൃത ഈ വിദേശ മദ്യം വലിയ തോതിൽ ഈ ഭാഗങ്ങളിലൂടെ കടക്കുന്നു. പ്രത്യേകിച്ച് ഓണ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ പരിശോധന നടത്തുമ്പോൾ പിടികൂടുന്നതും. അങ്ങനെയുള്ള ഈ കർണാടകയിൽ നിന്നും ഇത്തരത്തിൽ ലഹരി വസ്തുക്കളും അതൊക്കെ യഥേഷ്ടം എത്തിക്കുകയും ഇവിടെ വലിയ തോതിൽ വലിയ ശൃംഖല ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഘങ്ങളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഘത്തിലെ ഒരാളെയാണ് അന്ന് പിടികൂടിയത്. അതായത് 2019 നടന്ന ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ 6 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ ശിക്ഷാവിധി വരുന്നത്. നിലവിൽ ഇയാൾ ഇപ്പോഴും യൂത്ത് ലീഗിന്റെ ആറങ്ങാടി ശാഖ പ്രസിഡന്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തയ്യാറാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരം നേരത്തെ ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം, ഇതുപോലെ ലഹരി കേസിൽ പിടിക്കപ്പെട്ടിട്ടും കഴിഞ്ഞ 6 വർഷം ഇയാൾക്ക് എങ്ങനെ
ആ പദവിയിൽ യൂത്ത് ലീഗിൻ്റെ നേതൃപദവിയിൽ തുടരാൻ കഴിഞ്ഞു. ആരാണ് ഇതുപോലുള്ള ക്രിമിനലുകളെ, ലഹരി മാഫിയ സംഘത്തെ സംരക്ഷിക്കുന്നത്? മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മറുപടി പറയണ്ടേ? തീർച്ചയായും ടോമെ, ഒരു കാരണവശാലും പ്രത്യേകിച്ച് ഈ യൂത്ത് ലീഗ് ഇതുപോലുള്ള യൂത്ത് കോൺഗ്രസ് പോലുള്ള സംഘടനയുടെ ഏതെങ്കിലും തരത്തിൽ ഭാരവാഹിത്വമോ അതല്ലെങ്കിൽ നേതൃത്വത്തിലോ ഇത്തരത്തിൽ കേസുകളിൽ പ്രതിയാവുന്നവർ ഒരു തരത്തിലും വരാൻ പാടില്ല. കാരണം അത്രത്തോളം വലിയ തോതിൽ ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ. അത് തുടച്ചു നീക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പോലും വലിയ ഇടപെടലുകൾ ഉണ്ടാവുന്നു, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് പല നിർണായക മീറ്റിംഗ് ഒക്കെ നടക്കേണ്ട, അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. അത്തരം ആളുകളെ ഇനിയെങ്കിലും ഒരുപക്ഷെ പല പാർട്ടികളിലും ഉണ്ടായേക്കാം ഇത്തരത്തിൽ നേരത്തെ പിടിക്കപ്പെട്ട ആളുകൾ, ഇവരെ മാറ്റി നിർത്താൻ തയ്യാറാകണം എന്ന ഒരു ആവശ്യം തന്നെയാണ് പൊതുവെ പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. അവർക്ക് പല തരത്തിലുള്ള സംരക്ഷണയും ഇത്തരത്തിലുള്ള ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ലഭിക്കുന്നു എന്നതാണ് പ്രത്യേകത. ഏതായാലും ഈ കേസിൽ ഇയാളെ 7 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയുമടക്കാൻ ശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ആശ്വാസകരം. പലപ്പോഴും ഇത്തരം കേസുകളിൽ ചിലപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ വെറുതെ വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ കേസിൽ ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കൃത്യമായ സാക്ഷിമൊഴികളിലൂടെ അത് പോലീസിന്റെയും കൃത്യമായ ശ്രമഫലത്തിലൂടെ ഇയാൾക്ക് ശിക്ഷ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഏതായാലും ഈ സ്ഥാനത്ത് നിന്നും ഇയാളെ മാറ്റാനുള്ള തീരുമാനം വന്നേക്കാം. ഇതിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുള്ള അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്നാലും അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇയാൾ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾ 7 വർഷമാണ് ഇയാൾക്ക് കഠിന തടവ് വിധിച്ചിട്ടുള്ളത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി അധിക കഠിന തടവ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ഉദയംപേരൂരിൽ CPM മുൻ ലോക്കൽ സെക്രട്ടറിയെ പാർട്ടി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുൻ ലോക്കൽ സെക്രട്ടറി പങ്കജാക്ഷനാണ് മരിച്ചത്. ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് സംഭവം. ഓഫീസിലെ വായനശാല മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ആജ്ഞ, മരണത്തിന് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്താണ് മരണകാരണമെന്ന് വ്യക്തമാണോ? ടോം, ഉദയംപേരൂർ CPMന്റെ ലോക്കൽ സെക്രട്ടറിയാണ്, മുൻ ലോക്കൽ സെക്രട്ടറിയാണ് മരിച്ച പങ്കജാക്ഷൻ. നേരത്തെ തന്നെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിസന്ധിയിലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അറിയുന്ന ആളുകളൊക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് 50 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് പങ്കുവച്ചിരുന്നു എന്നാണ് എറണാകുളം ഉദയംപേരൂരിലാണ് CPM മുൻ ലോക്കൽ സെക്രട്ടറിയെ പാർട്ടി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻ ലോക്കൽ സെക്രട്ടറി പങ്കജാക്ഷനാണ് മരിച്ചത്. ആജ്ഞയിലേക്ക് വീണ്ടും. ആജ്ഞ, എന്താണ് ആത്മഹത്യയാണെന്നാണൊരു പ്രാഥമിക നിഗമനം. എന്താണ് ആത്മഹത്യ കാരണം? ആത്മഹത്യയെക്കുറിച്ച് മറ്റെവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ടോം, ആത്മഹത്യാ കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സാമ്പത്തിക ബാധ്യതയിലായിരുന്നു, കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു പങ്കജാക്ഷൻ എന്നാണ് സുഹൃത്തുക്കളും അതുപോലെ നാട്ടുകാരും ഒക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് 50 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കളൊക്കെ വ്യക്തമാക്കിയിരുന്നു. അത് മാത്രമല്ല, ഉദയംപേരൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെ അദ്ദേഹം പോയിരുന്നു. മാത്രമല്ല, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ വീടും സ്വത്തുവകകളും ഒക്കെ വിറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ അതിജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് തന്നെ നേരത്തെ തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഉദയംപേരൂർ പാർട്ടി ഓഫീസിന്റെ വായനാമുറിയിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അവിടെ എത്തിയിരുന്നു. സാധാരണയായിട്ട് ഈ വായനാമുറി അങ്ങനെ പൂട്ടുന്ന സാഹചര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ ശേഷം ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അതേസമയം
ഇന്ന് വീണ്ടും രാവിലെ പത്രമിടാൻ വന്ന ആളാണ് കണ്ടത്. ഇദ്ദേഹം തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ആ ഒരു അവസ്ഥയിലേക്ക് കണ്ടത്. ഒരുപക്ഷെ അത്തരത്തിലെ ഒരു സാഹചര്യത്തിൽ അത്രയും ശാന്തമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അലട്ടിയിരുന്നിരിക്കാം എന്നാണ് അത്തരത്തിലുള്ള ഒരു അനുമാനമാണ് സുഹൃത്തുക്കളൊക്കെ ഉള്ളത്. അവരോടൊക്കെ സംസാരിച്ചിരുന്ന സാഹചര്യത്തിലും നേരത്തെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി പങ്കജാക്ഷനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഏരിയ കമ്മിറ്റി അംഗമാണ്, CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അതായത് പാർട്ടിയുടെ സജീവ പ്രവർത്തകർ തന്നെയാണ് ഇപ്പോഴും. ഇദ്ദേഹം നേരത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതുപോലെ IOCയുടെ ജീവനക്കാരനായിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം റിട്ടയർമെന്റിലേക്ക് വന്നത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഈ മുഴുവൻ സമയ ഒരു പാർട്ടി പ്രവർത്തകനായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാമ്പത്തിക ബാധ്യതയിലേക്ക് തന്നെയാണ് ആത്മഹത്യയുടെ കാരണം എന്താണെന്നുള്ളത് ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതായത് അതിനുള്ള ഒരു ഉത്തരമായി മനസ്സിലാവുന്നത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ്. അത് മാത്രമല്ല ഈ ഇദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ അതിജീവിക്കാൻ ഈ സാമ്പത്തിക ബാധ്യത ഒരു വലിയ പ്രശ്നമായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ആശുപത്രിയിൽ പോകാനും ചികിത്സയ്ക്ക് ആരോടെങ്കിലും പങ്കുവച്ചിരുന്നോ? പാർട്ടി നേതാക്കളോടോ സഹപ്രവർത്തകരോടോ ഈ പങ്കജാക്ഷൻ തന്റെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചോ മറ്റോ വ്യക്തമാക്കിയിരുന്നോ? ഇദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യത്തിലൊക്കെ, അതായത് ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് സുഹൃത്തുക്കളോട് ഒക്കെ സംസാരിച്ചിരുന്നത്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോടൊക്കെ സംസാരിച്ചിരുന്നതാണ് മനസ്സിലാവുന്നത്. ഇത്തരം ബാധ്യതകൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിലും അത്തരം ഒരു വിഷമം അലട്ടിയിരുന്നെങ്കിലും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്ന അത്തരമൊരു സാഹചര്യങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് സുഹൃത്തുക്കളും ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെയാണ്. എന്നിരുന്നാലും ഈ സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അത് ഈ എങ്ങനെ പരിഹരിക്കും, എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പങ്കജാക്ഷനെ വല്ലാതെ അലട്ടിയിരുന്നു എന്ന് തന്നെയാണ്. അതിൽ ആ ഒരു പ്രശ്നം കൊണ്ട് അദ്ദേഹം വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നുള്ള സാഹചര്യമാണ് വെളിപ്പെടുത്തുന്നത്. അത് സുഹൃത്തുക്കളും നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അതായത് കുറച്ച് നാളുകളായി ഇദ്ദേഹം ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 50 ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിന് കടമുണ്ട് എന്നാണ് നാട്ടുകാരുടെ ഒരു കണക്കുകൂട്ടലിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്നും മനസ്സിലായത്. അങ്ങനെയാണ്. തീർച്ചയായും. കാരണം അതേക്കുറിച്ച് എന്തായാലും പരിശോധിക്കണം. എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായതെന്ന് നമുക്കറിയാം. പല പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ജീവിതവും പരിശോധിച്ചു കഴിഞ്ഞാൽ സമാനമായ അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. ഇക്കാലത്ത് മറ്റൊരു തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികൾ ചെയ്യാത്ത, അതിന് കൂട്ടുനിൽക്കാത്ത പല രാഷ്ട്രീയ നേതാക്കളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ആയിരിക്കുമോ ഇദ്ദേഹത്തിന് ഇത്രയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടായത്? കുടുംബ പ്രശ്നങ്ങളിലൂടെ എന്നാണ്. അതായത് കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി വീടും വസ്തുവൊക്കെ വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ടോം സൂചിപ്പിച്ചതുപോലെയുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ, അത്തരമെങ്കിലും ദുരൂഹ സാഹചര്യത്തിലാണോ അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതിലിനിയും വ്യക്തത വരാനുണ്ട്. എന്നിരുന്നാലും മൊത്തത്തിൽ ഒരു സംസാരം അനുസരിച്ചിട്ടും അല്ലെങ്കിൽ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ അനുസരിച്ചും കുടുംബത്തിലെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ അദ്ദേഹം വീടും പറമ്പും വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ്. അതിനുശേഷവും അദ്ദേഹത്തിന് 50 ലക്ഷത്തിലധികം രൂപയുടെ കടമുണ്ടായിരുന്നു. ഈ കുടുംബ സ്വത്ത് വിറ്റ ശേഷവും അദ്ദേഹത്തിന് അത് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വിട്ടു നൽകും. ഈ ഭാര്യയും ഏരിയ കമ്മിറ്റി അംഗമാണ്. ഈ ഉദയംപേരൂർ CPMന്റെ ഉദയംപേരൂർ ലോക്കൽ കമ്മിറ്റിയിലും ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും സജീവ പ്രവർത്തകരുമാണ്. അങ്ങനെയാണ് നിലവിലുള്ളത്. എന്തായാലും എല്ലാ ദിവസവും അദ്ദേഹം അവിടെ എത്താറുള്ള ആളൊക്കെ തന്നെയായിരുന്നു. അതായത് വായനശാലയിൽ എത്താറുള്ള ആളൊക്കെ തന്നെയായിരുന്നു. ഈ CPMന്റെ പാർട്ടി ഓഫീസിലെ വായനശാല അങ്ങനെ അടച്ചിടുന്നത് ആയിരുന്നില്ല. അദ്ദേഹം ഇന്നലെ അവിടുന്ന് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ 6 മണിക്ക് പത്രമിടാൻ വന്ന ആളാണ് മൃതദേഹം കണ്ടത്. വ്യക്തമാണ്. കൊച്ചിയിൽ നാജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് അനധികൃതമായി കടത്തിയ 2,54,50,000 രൂപയുടെ ഇന്ത്യൻ കറൻസിയുമായി യുവാവ് പിടിയിൽ. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് രാജസ്ഥാൻ സ്വദേശി
ഭവാനി സിംഗ് പിടിയിലായത്. ഇയാൾ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് വരികയായിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുഴൽപ്പണ കടത്ത് സംഘങ്ങൾ വളരെ സജീവമായിട്ടുണ്ട് സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും പാലക്കാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ച്. ഇയാൾ ആർക്കു വേണ്ടിയാണ് ഈ പണം ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വാളയാർ അതിർത്തിയിലൂടെ പണം, ഈ കുഴൽപ്പണം കടത്തൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇടയായി 2-3 പ്രാവശ്യം കുഴൽപ്പണം കടത്തിയത് പിടിക്കുന്നുമുണ്ട്. രേഖകളില്ലാത്ത പൈസ ആയത് കാരണം ഇൻകം ടാക്സിനെയാണ് ഇവർ ഏൽപ്പിക്കാറ്. അഥവാ ഇനി രേഖകളുമായി വന്നാൽ ഈ പൈസയും ഇൻകം ടാക്സിൽ ഏൽപ്പിക്കാതെ തന്നെ ഇയാൾക്ക് കൈമാറുന്നതാണ്. ഇത് സ്വർണം വാങ്ങാനുള്ള കാശാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിന് വ്യക്തമായ രേഖകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇത് പിടിച്ചത്. ഇന്ന് ഉച്ച ഒരു 12 മണിയോടുകൂടി വാളയാറിൽ റോഡ് പരിശോധനയിൽ നിൽക്കുന്ന എക്സൈസ് അധികൃതരാണ് ഇയാള് സ്വകാര്യ വാഹനത്തിൽ വരുന്ന ഈ രാജസ്ഥാൻ സ്വദേശിയായ ഭവാനി സിംഗിനെ പിടികൂടുന്നത്. തുടർന്നുള്ള ബാഗ് പരിശോധനയിലാണ് ഈ ഇത്രയും വലിയ ഒരു രൂപ പിടിച്ചെടുക്കുന്നത്. ടോം, പ്രജിത്ത്, ഇയാൾ സ്വകാര്യ വാഹനത്തിലാണ് വന്നതെന്ന് വ്യക്തമാണ്. ഒരു ബാഗിനുള്ളിലായിരുന്നു പണം. ഈ ഭവാനി സിംഗിനൊപ്പം വാഹനത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഈ റൊട്ടീൻ പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അതിർത്തി മേഖലയായ കാരണം ഒരുപാട് മയക്കുമരുന്നും ഇതെല്ലാം റെയ്ഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ റെയ്ഡ് ചെയ്യുന്നത്. ഇയാൾ ആ സമയത്താണ് ഇയാളുടെ ബാഗിൽ നിന്ന് ഇത്രയും വലിയൊരു തുക പിടിച്ചെടുക്കുന്നത്. തീർച്ചയായും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്തായി വ്യാപകമായ രീതിയിൽ ലഹരിയും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തും കുഴൽപ്പണക്കടത്തും ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിൽ എക്സൈസും പോലീസും ഒക്കെ ഒറ്റപ്പെട്ട പരിശോധനകളിൽ ഇതുപോലെ പ്രതികളെ, ഈ മാഫിയ സംഘങ്ങളെ പിടികൂടാറുണ്ട്. ഈ കോയമ്പത്തൂരിൽ നിന്നും പാലക്കാടേക്കാണ് ഇയാൾ പണം എത്തിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആർക്കു വേണ്ടിയാണ് പണം എത്തിച്ചതെന്ന് അറിയണം. ആരാണ് ഈ പണം കൊടുത്തു വിട്ടതെന്ന് അറിയണം. എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ എക്സൈസിൻ്റെ തുടർ നടപടി ഇനി എന്തായിരിക്കും? ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ്. അതിനുശേഷം വ്യക്തമായ രേഖകൾ ഉണ്ട് പറഞ്ഞാൽ എന്ന് വെച്ചാൽ പൈസ അവർക്ക് തിരിച്ച് ഏൽപ്പിക്കുകയും, അതല്ല പറഞ്ഞാൽ ഈ പിടിച്ചെടുത്ത പൈസ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും എന്നാണ് നമ്മളോട് എക്സൈസ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും, കാരണം അത്തരം രേഖകൾ, ഇയാളുടെ കൈവശം രേഖകൾ ഉണ്ടായിരുന്നു. ഈ പണം കൊണ്ടുവരുമ്പോൾ അനധികൃതമായിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ രേഖകൾ ഉണ്ടാകില്ല. പക്ഷേ ഇത് നിയമപരമായിട്ടാണെങ്കിൽ സ്വാഭാവികമായും രേഖകൾ കൈവശം ഉണ്ടാകുമല്ലോ. ഈ പ്രാഥമികമായ പരിശോധനയിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പ്രാഥമികമായ പരിശോധനയിൽ ഇയാളുടെ അടുത്ത ബില്ലുകളോ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ എക്സൈസുകാർ പൈസ പിടിച്ചെടുത്തിരിക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് അനധികൃതമായി കടത്തിയ 2 കോടി രൂപയിലധികം, 2.5 കോടിയോളം രൂപയുടെ ഇന്ത്യൻ കറൻസി എക്സൈസ് പിടിച്ചെടുത്തത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.